കുഞ്ഞുനാളിൽ 4 വയസ്സ് വരെയുള്ള സമയത്ത് പോളിയോ ബാധിച്ച് തളർന്നു പോയൊരു പെങ്കൊച്ചുണ്ട്. തളർന്നു പോയി കഴിഞ്ഞപ്പോൾ അമ്മ കോരിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിച്ചു, മെഡിസിനൊക്കെ കൊടുത്തു. ചെക്കപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനി ജീവിതത്തിൽ നടക്കത്തില്ല, കാരണം പോളിയോയാണ് അസുഖം വന്നിരിക്കുന്നത്. അമ്മ കോരിയെടുത്ത് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. കുഞ്ഞ് കൂടെയുള്ള മറ്റുള്ള കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കും. പക്ഷെ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ, നിങ്ങളുടെ ഒരു പ്രായമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനും ചിന്തിക്കാനും ഒക്കെ കഴിവുണ്ടായി. ആ സമയത്ത് ആ കുഞ്ഞ് അമ്മയോട് പറഞ്ഞു, എനിക്കും ഒന്ന് നടക്കണം, എനിക്കും കളിക്കണം, എനിക്കൊന്ന് പിടിച്ചു നടക്കാനായി അമ്മ ഒരു വടി വെട്ടിത്തന്നു. അമ്മ പറഞ്ഞു, അമ്മ വടിയൊക്കെ കുത്തി നടന്നാൽ മോള് വീഴും, വീട്ടിലിരുന്ന് അമ്മയെ സഹായിച്ചും അമ്മ മോളെ സഹായിച്ചും ഒക്കെ മോള് ജീവിച്ചാൽ മതി. പക്ഷെ ആ കുഞ്ഞ് പറഞ്ഞു, അമ്മ വടി വെട്ടിത്താ, എനിക്ക് നടക്കണം. ആ കുഞ്ഞിൻ്റെ ശാഠ്യത്തിന് മുമ്പിൽ അമ്മ വടി വെട്ടിക്കൊടുത്തു. ആ വടിയും കുത്തിപ്പിടിച്ച് വീണും എഴുന്നേറ്റുമൊക്കെ കൂട്ടുകാരോടൊപ്പം നടക്കാനും കളിക്കാനും ഒക്കെ കൂടി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് കളിച്ചാൽ പോരാ, കൂട്ടുകാരുടെ കൂടെ പോയി ഇരുന്നാൽ പോരാ, എനിക്ക് ഓടിക്കളിക്കണം. കാല് തളർന്നിരിക്കുന്ന ഒരു വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന കുട്ടി എങ്ങനെ ഓടുന്നത്? വീഴും, മൂക്ക് പൊട്ടും, കൈ പൊട്ടും, കാല് പൊട്ടും, കൂട്ടുകാർ കളിയാക്കും, അമ്മയെ കളിയാക്കും. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഈ കൊച്ചിനെ, ഈ മേലാത്ത കൊച്ചിനെയാണോ ഈ കുട്ടികളുടെ കൂടെ കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ കൊണ്ട് വിട്ടേച്ച് പോകുന്നത്? കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് 1960 ഒളിമ്പിക്സിൽ, ഇപ്പോൾ ഒളിമ്പിക്സ് തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് സാർ ഇന്നത് പറഞ്ഞത്, 3 ഗോൾഡ് മെഡൽ വാങ്ങി. 4ാമത്തെ ഗോൾഡ് മെഡൽ റിലേ റണ്ണിങ് കോമ്പറ്റീഷനിലും വാങ്ങി. 4 മെഡലുകൾ കരസ്ഥമാക്കിയ കറുത്ത വർഗക്കാരിയായ, പോളിയോ ബാധിച്ച് ജീവിതത്തിൽ ഒരു മനുഷ്യന് നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിരുന്ന ആ കുട്ടിയുടെ പേരാണ് വിൽമ റുഡോൾഫ്. നടക്കാൻ പോലും സാധിക്കത്തില്ല എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്നും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരി എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തിയത് തൻ്റെ മനസ്സിൻ്റെ പവർ കൊണ്ടാണ്. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ നിങ്ങൾ തിരിച്ചറിയണം, തിങ്ക് ചെയ്യണം, ഞാൻ വിജയിക്കണോ, ആ വിജയിക്കാൻ വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്യണം. തിങ്കിങ് ചെയ്ത് പ്ലാനും ചെയ്തിട്ട് കടന്നുറങ്ങിയാൽ പോരാ, പിന്നെന്ത് ചെയ്യണം? അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് നിങ്ങളുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പവറിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഇന്ന് ഉൾപ്പെടെ സ്കൂളിൽ തന്നിരിക്കുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കൃത്യമായിട്ട് ഒബേ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക.